രാവിലെ തന്നെ വാഹകളെ പിടിക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ 3 വാഹകളാണ് ഈ കുളത്തിൽ കിടക്കുന്നത്. ഇവരെ 3നെയും പിടിച്ച് മോൺസ്റ്റർ ഫിഷ് പോണ്ടിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അസോള നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആദ്യം അസോള മാറ്റണം, അതിനുശേഷം നമുക്ക് താമരയും എടുത്ത് മാറ്റണം. 2 മീഡിയം സൈസുള്ള വാഹയും ഒരു വലിയ വാഹയുമാണ് ഇതിൽ കിടക്കുന്നത്. അതിൽ വലിയ വാഹയെ എങ്ങനെ പിടിക്കുമെന്ന് ഒരു ഐഡിയയുമില്ല. എന്തായാലും നമുക്ക് ആദ്യം വെള്ളം വറ്റിച്ച് താമര എടുത്ത് മാറ്റാം. അസോള നിറഞ്ഞും താമരയും കിടക്കുന്നത് കൊണ്ട് വാഹയെ ഒരുപാട് നാളായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ 3 എണ്ണവും ഉണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു. എന്തായാലും വെള്ളം കുറഞ്ഞു വന്നപ്പോൾ ഒരാളെ എന്തായാലും കണ്ടിട്ടുണ്ട്. ബാക്കി 2 പേരും കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അവസാനം ഒരു വിധേന താമര കിടക്കുന്ന ബേസിൻ എന്തായാലും മേളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഹകളെ പിടിക്കാൻ കൂടുതൽ ഈസിയാണ്. എന്തായാലും വാഹകളെ പിടിച്ചു തുടങ്ങാം. അങ്ങനെ ആദ്യത്തെ വാഹയെ കോരി കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇത് മീഡിയം സൈസ് വാഹയാണ്. ഇതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. പിന്നുള്ളത് വലിയ വാഹയാണ്. വലിയ വാഹയെ എന്തായാലും കോരി കൊണ്ട് പിടിക്കുക സാധ്യമല്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടിയിരിക്കുന്നു. ഇതും ഒരു മീൻപെട്ടിയിലിട്ടാണ് മോൺസ്റ്റർ ഫിഷ് പോണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പരിക്കേൽപ്പിച്ചില്ലേ? പരിക്ക് പറ്റിയോ? പേടിക്കരുത്, പേടി നല്ലതല്ല മനുഷ്യ. അങ്ങനെ രണ്ടാമത്തതിനെയും ബക്കറ്റ് കൊണ്ട് കോരി എടുത്തിട്ടുണ്ട്. അങ്ങോട്ടങ്ങറ തലഭാഗം കേട്ടറാ, വാല് കേട്ടരുത്. അതുകൊണ്ട് രണ്ട് മീഡിയം സൈസ് വാഹകളെ വിജയകരമായി നമ്മൾ കരയിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മുടെ ഏറ്റവും വലിയ മോൺസ്റ്റർ ഫിഷായ വാഹയെ നമുക്ക് പിടിക്കണം. ഇവനെ പിടിക്കാൻ ഒരു ചാക്കിന്റെ സഞ്ചിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ല. കോരി കൊണ്ട് പിടിച്ചാൽ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ടായതുകൊണ്ടാണ് അതിന്റെ തലയുടെ അടുത്ത് ചാക്കിന്റെ സഞ്ചി വെച്ച് പെതുക്കെ അതിൽ കയറ്റി പൊക്കിയെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. സൂക്ഷിച്ചു നിന്ന് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. കടിക്കാനും വാലുകൊണ്ട് അടിക്കാനും ഒക്കെയുള്ള നല്ല സാധ്യതകളുണ്ട്. സ്ട്രെസ് ആവുമ്പോൾ അത് ചാടാം, കടിക്കാം, വാലുകൊണ്ടടിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്കിവനെ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ട്രൈ ചെയ്യാം. അങ്ങനെ അവസാനം അവനെയും നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് മീൻ പെട്ടിയിൽ കിടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മോൺസ്റ്റർ ഫിഷ് പോണ്ടിലോട്ട് മാറ്റണം. മോൺസ്റ്റർ ഫിഷ് പോണ്ട് കുടുംബ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വണ്ടിയിൽ നമുക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിടാം. കൂടുതൽ സ്ട്രെസ് അടിപ്പിക്കണ്ട. സൂപ്പറാണോ? കേട്ടില്ലോ? ഇതിന് എത്ര വയസ്സുണ്ട്? ഏറ്റവും മുരിപ്പുള്ള 2 year 1 year. വണ്ടിക്കകത്ത് ചാടരുത്. അതിങ്ങെടുത്ത് വെക്കടി. അല്ല, അതിലെ വെള്ളം കളാ നീലക്ക്. വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. കാരണം ഇവർ ചാടാനുള്ള ടെൻഡൻസി കൂടുതലുള്ള മീനുകളാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ കൊണ്ടുവന്ന് മോൺസ്റ്റർ ഫിഷ് പോണ്ടിലേക്ക് ഇടാം. അവര് കേട്ടോ.
ബാ, ബാ. ആ. ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് അപ്പുറത്ത് വീഴരുത്. ആ. എല്ലാ മോൺസ്റ്ററിനെയും ഒരു പോണ്ടിൽ കാണുക എന്നുള്ളത് കുറേ നാളായിട്ടുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. അവസാനം എല്ലാവരെയും ഒരു പോണ്ടിലിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. ഇനി നമുക്ക് അരാപ്പൈമയെ പോലെയുള്ള വേറെയും മോൺസ്റ്റർ ഫിഷുകളെ മേടിച്ച് ഇതിനകത്ത് ഇടണമെന്ന് താല്പര്യമുണ്ട്. കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്. വീഡിയോ മൊത്തം കാണാനും ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഗൈസ്